കൊച്ചി കായലിൽ നിന്ന് തുറമുഖ ട്രസ്റ്റ് നീക്കുന്ന ചെളിയും മണ്ണും സംസ്കരിച്ച് മണലാക്കി മാറ്റുന്ന പരീക്ഷണം സമ്പൂർണ്ണ വിജയമായി. തുറമുഖ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ വർക്കല സ്വദേശി രതീഷ് വേണുഗോപാൽ 2023 തുടങ്ങിയ സംരംഭമാണ് നിർമ്മാണ മേഖലയ്ക്ക് ഗുണകരമാകുന്നത്. കൊച്ചിയിലെ വൻകിട കൺസ്ട്രക്ഷൻ കമ്പനികൾ ഇപ്പോൾ രതീഷിന്റെ മാസ്റ്റർ മൈൻഡ് കമ്പനിയെയാണ് മണലിനായി ആശ്രയിക്കുന്നത്. ജിപ്സം ഇറക്കുമതിക്കാരനായിരുന്നു. അക്വാമറൈൻ എഞ്ചിനീയറിംഗിൽ സിംഗപ്പൂരിൽ ഗവേഷകയായ ഭാര്യ അനിലയും 10ാം ക്ലാസ് വിദ്യാർത്ഥിയും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ 10ാം ക്ലാസ്സുകാരൻ മകൻ നിരഞ്ജനും ഉൾപ്പെടുന്നതാണ് ഇവരുടെ കുടുംബം. വല്ലാർപാടത്ത് തുറമുഖ ട്രസ്റ്റിന്റെ സ്ഥലം പാട്ടത്തിനടുത്താണ് പ്ലാന്റ് സ്ഥാപിച്ചത്. ദക്ഷിണേന്ത്യയിലെ ഇത്തരം രണ്ടാമത്തെ പ്ലാന്റാണിത്. ആദ്യത്തേത് പൊന്നാനിയിൽ സംസ്ഥാന സർക്കാരും സ്വകാര്യ കമ്പനിയും ചേർന്നുള്ള രാജധാനി മിനറൽസ് ആണ്. കമ്പനി തുടങ്ങുന്നത് 2023 തുടങ്ങാനുള്ള കാരണം കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് മണൽ ഡ്രഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റുമായിട്ട് സംസാരിച്ച പ്രകാരം ഇതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ള അവരെൻ്റെ അടുത്ത് ചോദിച്ച പ്രകാരം ഞാനിതിനെ പ്രോസസ്സ് ചെയ്ത് കൺസ്ട്രക്ഷൻ സ്റ്റാൻഡും മറ്റ് മെറ്റീരിയലാക്കി മാറ്റാം എന്നുള്ള ഒരു പ്രപ്പോസൽ അവർക്ക് കൊടുത്തു. അതുപ്രകാരം അവർ എനിക്കൊരു 3 ഏക്കർ സ്ഥലം അനുവദിക്കുകയും അവിടെ ഞാൻ ഇതിന് പറ്റിയ ഇമ്പോർട്ടൻറ്റ് മെഷീനറി കൊണ്ടുവന്ന് ഞാനിത് പ്രോസസ്സ് ചെയ്ത് കൺസ്ട്രക്ഷൻ സ്റ്റാൻഡാക്കി മാറ്റുന്ന പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഏറ്റവും നല്ലത് ബെറ്ററായിട്ട് ഞങ്ങൾക്ക് സോൺ 4 പെടുന്നതാണ്. പ്ലാസ്റ്ററിങ്ങിന് വേണ്ടിയിട്ടാണ്, വാൾ പ്ലാസ്റ്ററിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മണൽ കൂടുതലായിട്ട് പോകുന്നത്. കപ്പൽച്ചാൽ ആഴം കൂട്ടുന്നതിനായി വലിയ ഡ്രഡ്ജർ ഉപയോഗിച്ചെടുക്കുന്ന മണ്ണും ചെളിയും പുറം കടലിൽ കൊണ്ടുപോയി കളയും. ബർത്തിനായി ചെറിയ ഡ്രഡ്ജറുകൾ ഉപയോഗിച്ച് നീക്കുന്ന മണ്ണും ചെളിയുമാണ് തുറമുഖ ട്രസ്റ്റ് ലേലം ചെയ്തു നൽകുന്നത്. ഇത് ലോറിയിൽ പ്ലാന്റിലേക്ക് എത്തിച്ച് 3 ഘട്ടങ്ങളിലായി കഴുകി വൃത്തിയാക്കും. കക്കയും മണ്ണും ചെളിയും പ്രത്യേക കൺവെയർ ബെൽറ്റിലൂടെ മാറ്റിയ ശേഷമാണ് മണൽ വേർതിരിക്കുന്നത്. ഡാമുകളിലെ മണ്ണും ചെളിയും സമാനമായ രീതിയിൽ അവിടെ പ്ലാന്റ് സ്ഥാപിച്ച് സംസ്കരിച്ചെടുക്കാൻ തയ്യാറാണെന്നും രതീഷ് വേണുഗോപാൽ പറഞ്ഞു. പ്ലാന്റിനാവശ്യമായ ജലം സംസ്കരിച്ച് പുനരുപയോഗിക്കുന്നതാണ്. അതേസമയം മണിക്കൂറിൽ 120 ടൺ മണൽ ഇപ്പോൾ വേർതിരിച്ചെടുക്കുന്നുണ്ട്. അവശിഷ്ടമായ കക്കയും വെറുതെ കളയില്ല. 3 തരം മണലും കക്കയുമാണ് വിൽപ്പനയ്ക്കുള്ളത്. തരി കൂടുതലുള്ള മണൽ ചുമരുകൾ തേക്കുന്നതിനും തരി തീരെ കുറവുള്ളവ ഇന്റർലോക്ക് കട്ട നിർമ്മിക്കുന്നതിനുമാണ് ഉപയോഗിക്കുക. കക്ക കൃഷിക്കും വ്യവസായ ആവശ്യത്തിനുമായി വിൽക്കും. നമ്മുടെ പ്ലാന്റിന്റെ നിലവിലിരിക്കുന്ന പ്ലാന്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 120 TPH എന്ന് പറയും. അതായത് ഒരു മണിക്കൂറിൽ 120 ടൺ വാഷ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള പ്ലാന്റാണ് ഞങ്ങളുടെ കൈവശം ഇരിക്കുന്നത്. ഇത് CD ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ പ്ലാന്റാണ്. ഇതിന് ഹൈഡ്രോസൈക്ലോൺ വാഷ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരു സാധനം ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഫീഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ എക്സ്ട്രാ വർക്ക് വരുന്നത്. ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഓട്ടോമാറ്റിക്കാണ്. ഇതിനെ സീവ് ചെയ്ത് സെഗ്രിഗേറ്റ് ചെയ്ത് ഹൈഡ്രോസൈക്ലോൺ വാഷ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രോഡക്റ്റ് ഔട്ട്പുട്ട് പുറത്തേക്ക് വരുന്നത്. ഒരു മണിക്കൂറിൽ 120 ടൺ കപ്പാസിറ്റി നിലവിലുള്ള പ്ലാന്റിനുണ്ട്. 14 കോടി മുതൽ മുടക്കാണ് പ്ലാന്റിന്. ഇംഗ്ലണ്ട് നിർമ്മിതമായ 5 കോടിയുടെ മെഷീനാണ് ഇപ്പോഴുള്ളത്. 13 കോടിയുടെ പുതിയ ജർമ്മൻ മെഷീൻ ഉടൻ പ്രവർത്തനം ആരംഭിക്കും. തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലേക്കാണ് മണൽ കൂടുതൽ അയക്കുന്നത്. ശരാശരി ഒരടിക്ക് 60 രൂപയാണ് വില വരുന്നത്. ഒപ്പം ഡ്രഡ്ജ് ചെയ്യുന്ന ചെളിയിൽ നിന്ന് കളിമണ്ണ് ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനവും ഉടൻ പ്രവർത്തനം ആരംഭിക്കും.